ശ്രീ സി ആർ രാധാകൃഷ്ണൻ, ഈ തന്ത്രിയുടെ അഭിപ്രായം അവഗണിച്ചാണ് പാളികൾ കൊടുത്തുവിട്ടത് പത്മകുമാർ, തന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു, വ്യാജരേഖ ഉണ്ടാക്കി എന്നൊക്കെ കഴിഞ്ഞ ദിവസമാണ് SIT കോടതിയിൽ പറഞ്ഞത്. അപ്പോഴാണ് ക്രിമിനൽ ഗൂഢസംഘത്തിൻ്റെ ഭാഗമാണ് പത്മകുമാർ എന്ന് കോടതി പറഞ്ഞത്. ഈ SIT 2 നാൾ മുൻപ് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് മാറി മറിഞ്ഞത്? ഈ ആദ്യഘട്ടത്തിൽ ഒന്നും ഈ പട്ടികയിൽ ഇല്ലാത്ത ഒരു പേരായിരുന്നല്ലോ തന്ത്രിയുടേത്, അതിലേക്ക് പെട്ടെന്നെത്തിയത് എങ്ങനെയാണ്? അല്ലാതെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. തന്ത്രിയെ നേരത്തെ അവർ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. പക്ഷേ അവർ ഈ പിന്നീട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പം വന്ന ചില അഭിപ്രായങ്ങളുടെയോ അല്ലെ വന്ന ചില രേഖകളുടെ അടിസ്ഥാനത്തിലാകണം ശ്രീ പത്മകുമാറിലേക്ക് കൂടുതൽ പോയതും. പത്മകുമാറിൻ്റെ സ്വാധീനം ഇപ്പം തന്ത്രി ഇപ്പം ഇദ്ദേഹം ഒരു കാര്യം ഞാൻ പറയാം, ഈ കഴിഞ്ഞ ഈ 10-20 വർഷക്കാലത്തെ ശബരിമലയിലെ ഭരണത്തിൽ ഉദ്യോഗസ്ഥന്മാർ മാറിയിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് ഓഫീസർമാർ മാറിയിട്ടുണ്ട്, ജഡ്ജിമാർ മാറിയിട്ടുണ്ട്. പക്ഷേ തന്ത്രി മാത്രം മാറുന്നില്ല. തന്ത്രി അവിടെ അറിയുന്ന, അവിടെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു തസ്തികയാണ് അദ്ദേഹത്തിന് ഈ മാറാത്ത ഒരാൾ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട് പോലും വളരെ അടുപ്പമുള്ള ഒരാളാണ് ശ്രീ പത്മകുമാർ. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടെ അദ്ദേഹം പത്മകുമാറുമായിട്ട് അടുത്ത സ്വാതന്ത്ര്യം ഉണ്ടാവണം, അതുകൊണ്ടാവണം ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇദ്ദേഹം കൊണ്ടുപോരെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് രേഖാമൂലം രേഖപ്പെടുത്തി വയ്ക്കണമായിരുന്നു. വച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്രമായി ഈ കേസിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാമായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ തന്ത്രി കുടുംബം, തന്ത്രി പറയുന്നു ഞങ്ങൾ വിഗ്രഹങ്ങളുടെ പിതൃസ്ഥാനീയരാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ വിഗ്രഹത്തിൻ്റെ ആ പ്രദേശത്തുള്ള മുഴുവൻ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടവരാണ്. അവിടെ എപ്പോഴൊക്കെയാണ് പൂജ നടക്കുന്നത്, അത് ശരിയായി നടത്തുന്നുണ്ടോ, നേദ്യം നടക്കുന്നുണ്ടോ, ഇതെല്ലാം നടത്താൻ അയ്യപ്പൻ്റെ അവിടെ ഇരിക്കുന്ന മുതലുകൾ, ശ്രീകോവിലിരിക്കുന്ന മുതലുകൾ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിൽ നിന്ന് ഒഴിയാനൊന്നും പറ്റില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ തന്ത്രി 24 hours അവിടെ നിൽക്കുന്നത് തന്നെ തെറ്റാണ്. 2 തന്ത്രി കുടുംബങ്ങൾ തമ്മിൽ പാകപത്ര ഉടമ്പടി വെച്ചിട്ടുണ്ടെന്നറിയാം, അതും തെറ്റാണ്. അപ്പോൾ ഇത് വർഷങ്ങളായി എല്ലാ മേഖലയിലും. ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ വിജിലൻസ് ഓഫീസർ പറഞ്ഞത് 100% ശരി. ഈ മേൽശാന്തിയുടെ മുറി നടക്കുന്ന ഇമാതിരി കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ തന്ത്രിയുടെ മുറിയിലും കണ്ടിട്ടുണ്ട്. അവിടെ ചരട് കെട്ടൽ കണ്ടിട്ടുണ്ട്, ഭക്തജനങ്ങളെ വൻതോതി സ്വീകരിച്ച് തലയെ കൈവച്ച് അനുഗ്രഹിക്കുന്ന കണ്ടിട്ടുണ്ട്, നെയ്യ് വിൽപ്പന കണ്ടിട്ടുണ്ട്, എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് തന്ത്രി ചെയ്യാൻ പാടില്ല. തന്ത്രി എന്ന് പറഞ്ഞാൽ ചൈതന്യം സൂക്ഷിക്കേണ്ട ഒരാളാണ്. ഭക്തജനങ്ങളെ സ്വീകരിക്കാൻ പാടില്ല, ഭക്തജനങ്ങളെ വൻതോതിൽ ബന്ധപ്പെടാൻ പാടില്ല, ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം. എന്താണ് വിഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യം? എന്താണ്? ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തൻ്റെ ചൈതന്യമാണ് ഭഗവാന്റെ ചൈതന്യം. ചില പോലും ശിവനാക്കുന്നത് ഭക്തന്മാരാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ദേവൻ്റെ പിതൃസ്ഥാനത്തുള്ള തന്ത്രി ഭക്തന്മാരെ പോലും അധികം കാണാൻ പാടില്ല, ഐസൊലേറ്റ് ചെയ്തിരിക്കേണ്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ചൈതന്യം സൂക്ഷിക്കേണ്ട ഒരാളാണ്. നടീശുദ്ധി വരുത്തുകയും പൂജകൾ ചെയ്യുകയും ഇതിൻ്റെ എല്ലാം ചീഫ് പ്രീസ്റ്റായിട്ടിരിക്കേണ്ട ഒരാളാണ്. അപ്പോൾ അത് അങ്ങനെ ഇരിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഇതിനെ കണ്ടാൽ മതി. കാരണം അദ്ദേഹം ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇങ്ങനെയൊക്കെ ചെയ്ത്, അപ്പം അധികാരികൾക്ക് ചില സൗജന്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കേണ്ടി വരും.